മനസ്സിലാം. മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ റീ റിലീസിനെത്തുന്നു. ജൂൺ 6-ന് റീ റിലീസിനെത്തുമ്പോൾ അത് മറ്റൊരു ഓളമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചോട്ടാ മുംബൈ അൻവർ റഷീദിന്റെ ചിത്രമാണ്. അന്ന് ഇറങ്ങിയപ്പോൾ ഇത് നമ്മൾ ആഘോഷിച്ച ചിത്രമാണ്. ഒരു അടിപൊളി അടാറ് തട്ടുപൊളിപ്പൻ സിനിമ എന്ന് തന്നെ പറയാം. മണിയമ്പിള്ള രാജു, അജയ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ ചേർന്ന് നിർമ്മിച്ച ഈ ഒരു സിനിമ അന്നത്തെ വലിയ സൂപ്പർ ഹിറ്റുകളുടെ പട്ടികയിൽ വന്ന ചിത്രം തന്നെയാണ്. എന്താണേലും അതിഗംഭീരമെന്ന് തന്നെയാണ് ഈ ഒരു സിനിമ. തലയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും നമ്മളെ അമ്മാതിരി കോരിത്തരിപ്പിച്ചിട്ടുള്ളതാണ്. എപ്പോഴെപ്പോഴൊക്കെ കണ്ടാലും അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ചിത്രമാണ് ചോട്ടാ മുംബൈ. 100 ദിവസത്തിന് മുകളിൽ കേരളത്തിൽ നിറഞ്ഞോടിയ ചിത്രം. അൻവർ റഷീദിൻ്റെ മികച്ച സിനിമകളിലൊന്ന്. ലാലേട്ടൻ്റെ തകർത്ത ആടൽ, ഒപ്പം അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ താരങ്ങളും, ജഗതിയാണെങ്കിലും സിദ്ദിഖാണെങ്കിലും ഒക്കെ അഴിഞ്ഞാടിയ ചിത്രം എന്ന് തന്നെ പറയാം. പല സീനുകളും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച്, എന്തിന് ഭാവന നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നു ഈ ഒരു സിനിമയിലൂടെ. അതുപോലെ മൺമറഞ്ഞ നമ്മളുടെ ഏറെ പ്രിയങ്കരനായ താരം രാജൻ പി ദേവിൻ്റെ അതിഗംഭീരമായ പ്രകടനം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാം, അല്ലെങ്കിൽ പറയാം, അത് അതിഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ബുക്കിംഗ് ഒക്കെ തകൃതിയായി നടക്കുകയാണ്. നാളെയല്ല, വരുന്ന 2 ദിവസം കഴിഞ്ഞ്, അതായത് 6-ാം തീയതിയാണ് സിനിമ എത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാരൊക്കെയാണ്? തിയേറ്ററിൽ പോയി നമുക്ക് തലയോടൊപ്പം വിളയാടാൻ ആരൊക്കെയാണുള്ളത്? ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.